ഡെക്കറിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഇങ്ങനെ ഒരു ഹാങ്ങിങ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. ഇത് മാക്രമേ ഹാങ്ങിങ് ആണ്. പക്ഷേ മാക്രമേ ത്രെഡ് വെച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ഞാനിവിടെ ഡ്രീം ക്യാച്ചറൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വൂളൻ ത്രെഡില്ലേ, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ദേ ആ ഒരു ബ്ലൂ കളറ് ചെയ്തിട്ടില്ലേ, അതുപോലെ തന്നെയാണ് രണ്ടാമത്തെയും ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ദേ ഈ നീളത്തിനൊരു ത്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ എൻഡിൽ നിന്ന് കുറച്ചൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ദേ ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കണം. ദേ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദേ ഇതുപോലൊരു കെട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ത്രെഡൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് നമുക്ക് അവിടെ ബീഡിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കെട്ടഴിഞ്ഞ് പോകാതിരിക്കാനായിട്ട് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നില്ല. ദേ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു ബീഡ് ഇട്ട് കൊടുക്കണം. ഞാൻ ദേ ഇവിടെ ഒരു വൈറ്റ് കളർ ബീഡാണ് എടുത്തേക്കുന്നത്. ഇതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഇതിന് മാച്ചായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഈ ബീഡ് ഇടുമ്പോൾ ഈ എളുപ്പത്തിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നീഡിൽ വെച്ചിട്ട് നീഡിൽ കോർത്തിട്ട് ബീഡ് ഇടാം. അല്ലെങ്കിൽ ആ ത്രെഡിൻ്റെ എൻഡ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ബീഡ് കയറ്റി കൊടുത്താൽ മതി. ഈസി ആയിട്ട് പൊക്കോളും. ദേ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തേലും എടുത്ത് ആ ത്രെഡ് നമുക്ക് ഇതേപോലെ തന്നെ മാക്രമേ ഫെദറൊക്കെ ചെയ്തെടുക്കാം. ഞാൻ ആ ഒരു മോഡലിലാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ വേറൊരു വാൾ ഹാങ്ങിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ സെയിം മെത്തേഡിൽ തന്നെ മാക്രമേ ഫെദറൊക്കെ ഇല്ലേ, വല്ലിപ്പത്തിനുണ്ടാക്കിയിട്ട് ഒരു വോളിൽ സെൻറ്ററിലൊക്കെ ഹാങ് ചെയ്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും, അടിപൊളിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാൻ ദേ ഇവിടെ കുറച്ച് ത്രെഡ് ഒരേ ലെങ്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദേ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ദേ ഇതിൽ കാണുന്ന പോലെ ഈ ഒരു നോട്ട് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ബീഡ്സൊക്കെ ഇടുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ചെയ്താൽ മതി. ദേ ഇതുപോലെ രണ്ടായിട്ട് ആ ത്രെഡ് മടക്കിയിട്ട് നമ്മൾ ആദ്യം ഒരു നീളത്തിന് ത്രെഡ് വെച്ചിരുന്നില്ലേ, അതിൻ്റെ അടിയിലോട്ടൊന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ ഫോൾഡ് ചെയ്ത ഭാഗത്തൂടെ രണ്ടാമത് വെച്ച് കൊടുത്ത ത്രെഡിൻ്റെ എൻഡ് ഉള്ളിലോട്ടാക്കിയിട്ട് ഒന്ന് വലിച്ചു കൊടുക്കണം, ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനൊന്നുകൂടെ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പറഞ്ഞു തരുന്നേക്കാളും കൂടുതൽ കാണുമ്പോൾ മനസ്സിലാവും. ദേ ഇതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ സെയിം ലെങ്തിന്, അതിൽ നിന്ന് ഒരു ത്രെഡ് കൂടെ എടുത്തിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. ആ ഫോൾഡ് വരുന്ന ഭാഗമില്ലേ, അത് ദേ നമ്മൾ ആദ്യം വെച്ച് കൊടുത്തിട്ടുള്ള ത്രെഡിൻ്റെ അടിയിൽ കൂടെ എടുക്കുക. എന്നിട്ട് ആ ലൂപ്പ് ഫോമായിട്ട് വന്നിട്ടില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ഈ ത്രെഡിൻ്റെ രണ്ട് എൻഡ്സും ഉള്ളിലേക്കാക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പുള്ളി ചെയ്ത് ഒന്ന് വലിച്ചൊന്ന് ടൈറ്റാക്കി കൊടുക്കണം. പിന്നെ ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ലെഫ്റ്റിലോട്ടാണ് ചെയ്തതെങ്കിൽ രണ്ടാമത് റൈറ്റിലോട്ട് ചെയ്യുക. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഓരോ ത്രെഡ് വെച്ച് ചെയ്തിട്ട് അത് സെൻറ്ററിലോട്ടൊന്ന് ചേർത്ത് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ അത് ഒന്ന് അടുക്കി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേ അടുത്ത് നമ്മൾ മൂന്നാമതൊരു ത്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ റൈറ്റ് സൈഡിലാണ് ചെയ്തത്, രണ്ടാമത് ലെഫ്റ്റ് സൈഡിൽ, പിന്നെ മൂന്നാമത് പിന്നെയും റൈറ്റ് സൈഡിൽ ചെയ്യുന്ന ഇതേ ത്രെഡ് എടുത്ത് മറ്റേ ത്രെഡിൻ്റെ അടിയിലൂടെ എടുത്തിട്ട് ആ ലൂപ്പിൽ കൂടെ ഒന്ന് ആ ഫോൾഡ് ചെയ്ത ത്രെഡിൻ്റെ രണ്ട് എൻഡും കയറ്റിയിട്ട് ഒന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കണം. കണ്ടോ? ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മളിനി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ത്രെഡ് ഫുള്ള് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്തെടുക്കണം. പിന്നെ ഒരേ സൈഡിൽ തന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ നോട്ട് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം. വൺ സൈഡ് ചെയ്ത് അടുത്ത നെക്സ്റ്റ് അപ്പുറത്തെ സൈഡ് ചെയ്യണം. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നമുക്കിതുപോലെ മാക്രമേ ഫെദേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഡ്രീം ക്യാച്ചറൊക്കെ ചെയ്യാം. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതൊക്കെ അടുത്ത വീഡിയോസിലായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം.
ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഈ ത്രെഡ് മടക്കിയാണ് ചുരുട്ടിയാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് കണ്ടോ ത്രെഡൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്, ചുളിഞ്ഞ് ഒക്കെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനൊരു നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതേ ഒരു സ്ട്രെയിറ്റ്നർ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് ഹീറ്റാക്കിയിട്ട് വളരെ ചെറുതായിട്ട് ചൂട് മതി. എന്നിട്ട് ഇതേ ഇങ്ങനെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ഇത് ചൂട് കൂടിയാൽ ഒരു പതിഞ്ഞിങ്ങനെ പോവും ത്രെഡ്, അത് ഒരു ഭംഗിയാണില്ല. ചെറുതായിട്ടൊന്ന് നിവർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെയ്തെടുക്കാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന ത്രെഡിന് ഇങ്ങനെ ചുളിഞ്ഞിട്ടൊന്നും ഇരിക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ചെയ്താൽ മതി. അല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് ഇനി ബീഡ്സ് ഇടണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് സ്ട്രെയിറ്റ് ആക്കി എടുക്കുകയാണ്. ഇത് സ്ട്രെയിറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ ഇപ്പോൾ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടില്ലേ നേരത്തേക്കാളും. ഇനി ഞാൻ ദേ ഇപ്പോൾ ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ത്രെഡ് ഞാനൊരു ലീഫിൻ്റെ ഷേപ്പ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് ചെറുതായിട്ടും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ബീഡ്സൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ഇത് മുന്നേ ഉണ്ടാക്കിയ ഹാങ്ങിങ് ഇല്ലേ, ഇത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഹാങ്ങിങ്, അതിലിതുപോലെ ബീഡ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മാച്ച് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എല്ലാ ത്രെഡിലും ബീഡ്സ് ഇട്ട് കൊടുക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്കുള്ള ത്രെഡിലൊക്കെ നേരത്തെ ആ ബ്ലൂവിൽ ചെയ്തിട്ടില്ലേ അതുപോലെ എല്ലാത്തിൻ്റെ എൻഡ്സിൽ ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതവിടെ ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള എല്ലാ ത്രെഡിലും ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഡ്രീം ക്യാച്ചറിലൊക്കെ ഇതുപോലെ ചെയ്തിട്ട് ഹാങ് ചെയ്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദേ ഫൈനൽ ലുക്ക് ഇതാണ്. രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അപ്പോൾ അതുവരെ ടേക്ക് കെയർ, ബൈ.